മകളെ, യെരൂശലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ഒരുങ്ങിയിരിക്കുകയാണ്. പലരും വിളിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ടാച്ചാൽ ചില തിന്മകൾ വിട്ടുപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സന്തോഷകരമായ വാർത്തയാണ്. ആ വചനം കേട്ടതിൻ്റെ ഫലമായി ദൈവവിളി സ്വീകരിച്ചു. ദൈവവചനം എന്നും വായിക്കാൻ കൃപ കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ ദൈവഭയമാണ് അവിടെ ഏറ്റവും വലിയ സുഹൃതമായി ഞാൻ കണ്ടെത്തുന്നത്. ഇന്ന് വചനം പറയുന്നു, സുഭാഷിതം 3:7, ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. ഭാവം, നാട്യം അത് അഹംഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കും. അഹങ്കരിക്കുന്നവർക്ക് ദൈവഭയത്തിൽ വളരാൻ സാധ്യമല്ല. ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ ഇല്ലായ്മകളിൽ തല ഉയർത്തി ജീവിക്കാനാകൂ. ദൈവഭയമാണ് ദൈവസന്നിധിയിൽ ഒരുവനെ വലിയവനാക്കി തീർക്കുന്നത്, സ്വീകാര്യനാക്കി മാറ്റുന്നത്. നമ്മൾ ആ നിലവാരത്തിലേക്ക് ഉയരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചതിൻ്റെ 1000 മടങ്ങ് കിട്ടിയാലും മനസ്സ് തൃപ്തമാകുന്നില്ല എങ്കിൽ ദൈവഭയത്തിൽ ഞാൻ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. വാനോളം ഉയർത്തുമ്പോഴും പാതാളത്തോളം ചവിട്ടി താഴ്ത്തുമ്പോഴും അഭിനന്ദിക്കുമ്പോഴും യഥാർത്ഥമായ ദൈവഭയമുള്ളവർക്കാണ് ആത്മാവിൽ ആനന്ദിക്കാൻ സാധിക്കുക. ദൈവഭയമുള്ളവർ അധീരനാകുകയില്ല. ദൈവഭയമുള്ളവർ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കും. ദൈവഭയമുള്ളവർ പെട്ടെന്ന് അനേകരിലേക്ക് വചനത്തിൻ്റെ സന്ദേശം എത്തിക്കും. ദൈവഭയമുള്ളവർക്ക് മാത്രമേ അവിടുത്തെ ഇഷ്ടങ്ങൾ മാത്രം നിറവേറ്റി ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവർ യഥാർത്ഥത്തിൽ അവരനെ സ്നേഹിക്കുകയും സേവിക്കുകയും സദാ ദൈവവിചാരത്തോടെ വ്യാപരിക്കുകയും ചെയ്യും. ആത്മാവിൻ്റെ സമ്പന്നത ഉള്ളവർക്കാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ താല്പര്യമുണ്ടാകാൻ, ദൈവബോധമുണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്ന ഈ ദൈവഭയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സമ്പത്തായി മാറട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം അനേക മക്കൾക്ക് ഷെയർ ചെയ്യാൻ ഇടവരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് കേൾക്കുന്നവരോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും ഈ വലിയ സ്നേഹ കൂട്ടായ്മ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.